ഇന്ന് നമുക്കൊരു ഗ്രീൻ പീസ് കറി വെച്ചാലോ? അപ്പോൾ ദാ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് ദാ ഈ പരുവമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ആവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണ്? കിഴങ്ങ്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് അടുപ്പത്തേക്ക് വേകാനായിട്ട് വെക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പിന് വേണ്ടുന്ന തേങ്ങ ചിരകിയെടുക്കുക. അങ്ങനെ തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് ഗ്രീൻ പീസും കഷ്ണങ്ങളും ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അങ്ങനെ അരപ്പും റെഡിയായി എടുത്തിട്ടുണ്ട്. അങ്ങനെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഗ്രീൻ പീസും വെന്തുടഞ്ഞതാ നല്ല കുറുകുറാന്നായിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് കൊടുക്കുക. ഒരു തവിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് വീണ്ടും അടച്ച് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഒരു തിളയൊക്കെ വന്ന് കുറുകി നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. വറ്റൽമുളകും ചെറുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി വറുത്തെടുത്ത് കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഞാൻ വെച്ചിരിക്കുന്നത് നാളെ രാവിലത്തേനാണ് കേട്ടോ. നാളെ രാവിലെ ദോശയ്ക്ക് വേണ്ടിയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പാറൂസ് കുറച്ച് ദിവസമായിട്ട് പറയുന്നു ഗ്രീൻ പീസ് കറി വേണമെന്ന്. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ നാളത്തേന് വേണ്ടുന്ന മാവൊക്കെ ഞാൻ അരച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ.